ഗാസയിൽ ഉടൻ വെടിനിർത്തലുണ്ടാകുമെന്ന സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹമാസും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ ചർച്ചയിൽ വലിയ പുരോഗതിയുണ്ട് എന്ന് ട്രംപ് വ്യക്തമാക്കി. ഇറാൻ ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഗാസയെ പറ്റിയുള്ള ട്രംപിന്റെ പ്രതികരണം. ഗാസയിൽ യുദ്ധവിരാമം ആസന്നമാണ് എന്ന് തന്റെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചതായും ട്രംപ് പ്രതികരിച്ചു. ചൊവ്വാഴ്ച ഇസ്രായേലിനെ ഞെട്ടിച്ച് ഗാസയിലെ ഖാൻ യൂണിസിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 7 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഹമാസ് ഇസ്രായേൽ കവചിത വാഹനത്തിൽ വെച്ച ബോംബ് പൊട്ടിത്തെറിച്ചാണ് സംഭവം. സൈനികരുടെ മരണത്തിൽ അതീവ നടുക്കം പ്രകടിപ്പിച്ച ഇസ്രായേലിലെ രാഷ്ട്രീയ സൈനിക നേതൃത്വം ഹമാസിന് കനത്ത തിരിച്ചടി നൽകുമെന്നും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപ് ഗാസയിൽ വെടിനിർത്തൽ ഉടൻ ഉണ്ടാകുമെന്ന സൂചന നൽകിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ ഒന്നും വന്നിട്ടില്ല. ഗാസയിൽ പുരോഗതി കൈവരിക്കുന്നുണ്ട്, നല്ല വാർത്ത ലഭിക്കുമെന്നാണ് കരുതുന്നത്. വെടിനിർത്തൽ കരാർ സാധ്യമാക്കുന്നതിന്റെ വളരെ അടുത്താണ് ഗാസയെന്നാണ് എന്റെ പ്രത്യേക ദൂതനായ സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചത് എന്നാണ് നാറ്റോ ഉച്ചകോടിക്ക് മുൻപ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ട്രംപ് പറഞ്ഞത്. ഗാസയിൽ വെടിനിർത്തലിനായി ഇരുവിഭാഗവുമായി ചർച്ച തുടരുമെന്ന് മധ്യസ്ഥ രാജ്യമായ ഖത്തറും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലുമായി തങ്ങളുടെ ചർച്ച സ്തംഭനാവസ്ഥയിലാണ് എന്നാണ് ഹമാസ് പ്രതിനിധി പ്രതികരിച്ചതായി BBC റിപ്പോർട്ട് ചെയ്യുന്നത്. ബുധനാഴ്ച മാത്രം ഗാസയിൽ ഉടനീളം നടന്ന ഇസ്രായേലി ആക്രമണങ്ങളിൽ കുറഞ്ഞത് 45 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായും സഹായം തേടിയെത്തിയ ചിലരും ഇതിൽ ഉൾപ്പെടുന്നതായും ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. അതിനിടെ എത്രയും വേഗം മേഖലയിൽ വെടിനിർത്തൽ വേണമെന്ന ആവശ്യവുമായി 2023 ഒക്ടോബർ 7-ന് ഹമാസ് ബന്ദികളാക്കിയവരുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. 50 ബന്ദികളാണ് ഇനി ഹമാസിന്റെ പിടിയിലുള്ളത്. അതിൽ 25 പേരെങ്കിലും കൊല്ലപ്പെട്ടിരിക്കുമെന്നാണ് ഇസ്രായേൽ കരുതുന്നത്. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പ്രതിയാക്കി നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതി വിചാരണ ഉടനടി റദ്ദാക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. നടപടികളെ രാഷ്ട്രീയ പ്രേരിതമായ വേട്ടയാടൽ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുകയും ഇസ്രായേൽ പ്രധാനമന്ത്രിയെ രക്ഷിക്കാൻ പോകുന്നത് അമേരിക്കയായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാനിലെ ആണവ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളെ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ നിമിഷങ്ങളിൽ ഒന്നാണ് എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇറാനിലെ ആണവ നിലയങ്ങളിൽ US നടത്തിയ ആക്രമണത്തെ 1945-ലെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിരോഷിമയിലും നാഗസാക്കിയിലുമുണ്ടായ ആണവ ബോംബാക്രമണവുമായാണ് ട്രംപ് താരതമ്യം ചെയ്തത്. US ആക്രമണം ഇറാന്റെ ആണവ പദ്ധതികളെ പതിറ്റാണ്ടുകൾ പിന്നോട്ടടിച്ചുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. ആ ഒരു അടിയാണ് യുദ്ധം അവസാനിപ്പിച്ചത്. ഹിരോഷിമയെയോ നാഗസാക്കിയെയോ അതിന് ഉദാഹരണമായി കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിന് സമാനമായ കാര്യം തന്നെയാണ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിച്ചത്. ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവർ ഇപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി. കുറെ കാലത്തേക്ക് ഇറാൻ ഇനി ബോംബുകൾ ഉണ്ടാക്കാൻ പോകുന്നില്ലെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചത് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ബങ്കർ ബസ്റ്റർ ബോംബ് ആക്രമണത്തിൽ ആണവ സംവിധാനങ്ങൾ തകർന്നില്ല എന്ന പെന്റഗൺ റിപ്പോർട്ടും ട്രംപ് തള്ളി. അതിനിടെ ഇറാനുമായി അടുത്തയാഴ്ച ചർച്ച നടത്തുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അടുത്തയാഴ്ച ഇറാനുമായി സംസാരിക്കാൻ പോകുകയാണ്. നമ്മൾ അവരുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചേക്കാം. അത് അത്ര അത്യാവശ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. അവർ യുദ്ധത്തിലായിരുന്നു. ഇപ്പോൾ അവർ അവരുടെ ലോകത്തേക്ക് മടങ്ങുകയാണ്. ഒരു കരാറുണ്ടോ ഇല്ലയോ എന്നതൊന്നും തനിക്ക് പ്രശ്നമല്ലെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം ജൂൺ 13 മുതൽ 25 വരെ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിൽ 627 പേർ കൊല്ലപ്പെട്ടതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ചാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. 4870 പേർക്ക് ആക്രമണങ്ങളിൽ പരിക്കേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നു.